ഇതാണ് മക്കളെ പൊന്നുടുമ്പ്. പാമ്പല്ലടാ, പൊന്നുടുമ്പാണ്. പൊന്നുടുമ്പ്. ഒരു ഭയമില്ല സന്ധ്യ. നോക്കിയേ. അപ്പൊ ഇതിന്റെ തന്തി തള്ളേക്കോ? നമ്മുടെ കറി ലീഫ്, കറിവേപ്പില. ഇതൊക്കെ കറിവേപ്പില ഒരു തോട്ടം തന്നെയാണ്, സാമ്രാജ്യമാണ് ഇത് കറിവേപ്പിലിന്റെ. ഇതൊക്കെ തൈകളാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ എത്ര കണ്ട് ക്ലിയർ ആയിട്ട് കാണേണ്ടതെന്ന് അറിയില്ലതുണ്ട്. ഇത് 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 ഇങ്ങോട്ട് അവിടെ താഴത്ത്. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. വീഡിയോ എന്ന് പറയുന്നത് വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ കുറച്ച് ലെങ്ത്, ഒരു 20 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു വീഡിയോ വേണം, എന്നാലും നമ്മുടെ ചാനൽ ഗ്രോത്ത് ആവുള്ളൂ. നമ്മൾ അതിനു വേണ്ടി ജസ്റ്റ് കണ്ടന്റ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ഇടുകയാണ്. നിങ്ങൾ കാണാൻ നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ വീഡിയോയിലൊരു നമ്മുടെ ചാനലിലൊരു വീഡിയോ ലെങ്ത് ഉള്ളത് വേണം എന്ന് വേണ്ടി മാത്രം, വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് നമ്മളൊരു ചെറിയൊരു വീഡിയോ പോലെ സെറ്റപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീടിന്റെ ചെറിയ പണിയൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ തേപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പണിക്കാരൊന്നുമില്ല. ഈ സൈഡാണ് നമ്മൾ നമ്മുടെ കിച്ചണായിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം ഈ പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഒരാഴ്ച കഴിയും നമ്മൾ നല്ലൊരു സെറ്റപ്പ് വീഡിയോ ഒക്കെ വരാൻ വേണ്ടി ഒരാഴ്ച പിടിക്കും. ഈ ഒരു ഭാഗം നല്ലൊരു കിച്ചണൊക്കെ ചെയ്യണം. പിന്നെ നമ്മളിനി കാണിക്കാൻ ഉദ്ദേശിക്കുന്ന, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെന്തായാലും ചില്ലീസ് കിച്ചൺ എന്നാണല്ലോ നമ്മുടെ ചാനലിന്റെ പേര്. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു 2 മാസം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ പച്ചക്കറികളൊക്കെ പറിച്ച് നല്ല കണ്ടന്റുള്ള വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ പച്ചക്കറി ഇട്ടേക്കണമൊക്കെ ഒന്ന് കാണാം. നമുക്ക് വീടിന്റെ പണി എന്തൊക്കെ നടക്കുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കിച്ചൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സൈഡാണ്. പിന്നെ വീടിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു തൂണ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ സൈഡ് നമുക്ക് ഇവിടെ ഒരു ഇടഭിത്തി ഉണ്ടായിരുന്നു, ഒരു ചുമരുണ്ടായിരുന്നതാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് ക്യാമറ വെക്കാൻ ഇതിനൊക്കെ സൗകര്യം വേണ്ടേ. അപ്പോൾ ഈ ഭിത്തി ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് ലെങ്ത് വേണമായിരുന്നു. അപ്പോൾ ഇതുള്ളതുകൊണ്ട് നമുക്ക് തടസ്സമുണ്ട്, അത് മാറ്റി. പിന്നെ അതെ, ഈ ഒരു ഭാഗമാണ്. എങ്ങനെയായിരുന്നു മുമ്പ്, അതിനാണ് നമ്മളിങ്ങനെ തേച്ച് വൃത്തിയാക്കുന്നത്. പെയിന്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഇതെങ്ങനെയായിരുന്നു. പിന്നെ ഇതാ ഇങ്ങനെയാണ് സെറ്റപ്പ്. ആ സൈഡ് തേച്ചിട്ടില്ല, ആ സൈഡും ഇനി നാളെ പണിക്കാർ വരും, ചെയ്തു തരും. ഇത് നമ്മുടെ 2 അലമാര, ഒന്ന് ഞങ്ങളുടെയും, ഒന്ന് എന്റെയും വൈഫിന്റെയും, ഒന്ന് പിള്ളേരുടെയും. അങ്ങനെ അതിങ്ങനെയൊക്കെയാണ്. ഇത് എവിടെയുണ്ട് ഒരു തൂണ്. ഇവിടെ ഇതിന് മേളിലേക്ക് കണ്ടോ, മേൾവശം ഓടാണ് കേട്ടോ. ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒരു ബാറ് പോയേക്കണല്ലോ, അതിനുള്ളൊരു സപ്പോർട്ട് ചുമരായിരുന്നു. ഇവിടുത്തെ ഭിത്തിയായിരുന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊളിച്ചു കാരണം പിന്നെ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണണം, നമുക്ക് അത് ചെയ്യണം. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പൊ ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ ഒരു വീഡിയോ ലെങ്ത്തുള്ള വേണമെന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കണ്ടന്റും ഇല്ല. അപ്പോൾ പറയട്ടെ, ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ. അപ്പോൾ അകത്തായിരുന്നു, പുറത്തേക്ക് ഇട്ടേക്കാണ്. പിന്നെ അതാ കാണുന്ന അവിടെ ഊരി വെച്ചേക്കാണ് നമ്മുടെ ഇതിന്റെ ഗ്ലാസ്, അതവിടെ ഊരി വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ കട്ടിലവിടെ ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ കാണിച്ചു തരാം. തിരി. അപ്പൊ അതേ നമ്മളിവിടെ ഒരു 5-8 വാഴയൊക്കെ നട്ടിട്ടുണ്ട്. ഏത്തവാഴയാണ്. പിന്നെ ഇതേപോലെ കുറച്ച് ചീര ഇട്ടിട്ടുണ്ട്, പറിച്ച് നടാറായി. പിന്നെ അതേ പാവല് അത്യാവശ്യം ആയി തുടങ്ങി. പാവൽ ഇവിടെ ഇട്ടുണ്ട്, ഇനി പാവൽ ഇടാനും ഉണ്ട്. നമുക്ക് കുറച്ച് ഇട്ട് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 5-8 ചൂടുള്ളൂ കേട്ടോ ഇത്. പിന്നെ അപ്പുറത്ത് നമ്മുടെ ഒരു കോഴിക്കോടുണ്ട്. അതെന്നാണ് നമ്മള് കോഴിയൊക്കെ ആദ്യം അത്യാവശ്യം 10-20 കോഴിയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തതാണ്, അതൊക്കെ പോയി. ഇനി വീണ്ടും തുടങ്ങണം. നമുക്ക് ഇറങ്ങി വാ. അവിടെ നിന്നോ, ഈ കാന്താരിക്ക് കാണിച്ചാൽ മതി. പിന്നെ ഇതേ നമ്മുടെ കാന്താരി, നമ്മൾ ഇതിന്നാണ് നെല്ലിക്ക കാന്താരിക്ക് വേണ്ടി കാന്താരിക്ക പറിക്കാറ്. ഇത് മാത്രമല്ല അപ്പുറത്തുണ്ട്. പിന്നെ നമ്മൾ തൈകൾ കുറെ നട്ടു വെച്ചിട്ടൊക്കെ കാണിച്ചു തരാം. പിന്നെ അതേ ഓമക്കായ, ഇവിടെ തൃശ്ശൂർ ഞങ്ങൾ ഓമക്കായ എന്നാണ് പറയാം, നിങ്ങളെന്താ പറയാ, പപ്പായ. അപ്പോൾ അതുണ്ട്, അതിന് കുറെ തൈകളുണ്ട്. അത് കാണിച്ചു കൊടുക്കുക. അവിടെ 2 ഉണ്ട്. പിന്നെ അപ്പുറത്ത് കുറെ ഉണ്ട്. നമ്മളിതേ ഇട്ടേക്കുന്നൊക്കെ വെണ്ടയാണ്. ഇതൊക്കെ വെണ്ടയാണ്. ഇവിടെ മാത്രമല്ല, ഇവിടെ നിറച്ച് നമ്മൾ വെണ്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ വെണ്ട.
ഇവിടെ വെണ്ട. നമുക്ക് ഏറ്റവും കൂടുതൽ വെണ്ടയും ഓമയാണ്, പപ്പായയുടെ മരമാണ്. പിന്നെ ഇവിടെ ഇത് വെണ്ട. നമ്മുടെ വീടിൻ്റെ ഒരു വിഷ്വൽ ഇതാണ്. ഇതൊക്കെ ഒന്ന് നമുക്ക് സെറ്റായിട്ട് വേണം വീടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ വലുതായി വരികയല്ലേ, അപ്പം മാറണം. പിന്നെ ഇവിടെ അപ്പുറത്ത് ജമന്തി ഉണ്ട്, ചെണ്ടുമല്ലി, ബന്തി എന്നൊക്കെ പറയില്ലേ ആ സാധനം. ഇവിടെ ചെറുത് ചുവട്ടിലൊരെണ്ണമുണ്ട്. ഇനി അടുത്ത പച്ചക്കറികളൊക്കെ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സാധനം? ഇത് മന്ദാരാണ് കേട്ടോ. നമ്മളിവിടെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നൊരു മരം ഉണ്ടായിരുന്നു, അതിന് വിത്തൊക്കെ കൊടുക്കുന്നത് നമ്മളിവിടെ ഉണ്ടാക്കിയതാണ്. ഇവിടെ പറഞ്ഞുണ്ട്, അപ്പുറത്ത് പറഞ്ഞുണ്ട്. ഇതിന് പൂവൊക്കെ ഇട്ട് തുടങ്ങി. ഈ ഓണത്തിന് ഇതിന്നൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പൂവിട്ടിരുന്നത്. പിന്നെ ഇത് ചെടി മുരിങ്ങ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വിത്ത് മേടിച്ചതാണ് കേട്ടോ. പിടിച്ചു, അത്യാവശ്യം ഉണ്ടാവുന്നുണ്ട്. ചെടി മുരിങ്ങയാണ്. ഇത് ഒരു 3-4 മാസം കൊണ്ട് കഴിഞ്ഞാൽ കായ ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്, അറിയില്ല. നമ്മളെന്തായാലും നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വെണ്ടയുണ്ട്. പിന്നെ നമ്മുടെ ചീര അവിടെ അത്യാവശ്യം വേണ്ട കൊടുന്ന് കാണിച്ചേ, അങ്ങോട്ട് കാണിക്കും. ഇത് നമ്മൾ ചീര പാവിയിട്ടുണ്ട്, ഇവിടെയും പാവിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കിത് ഇവിടെയൊക്കെ തക്കാളികളാണ്. കണ്ട വനത്തൊക്കെ നമ്മൾ 2 ദിവസമായിട്ട് പണി നടക്കുന്ന ഡ്രസ്സൊന്നും അലക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എല്ലാം പിള്ളേരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അലക്കിയിട്ടേക്കാണ്. നമ്മളതേ ആ കാണുന്ന തക്കാളിയാണ്. ഇത് വലിയ വലിയ വെണ്ട 2 അത് കാണിച്ചല്ലോ. പിന്നെ ചീര നമ്മളിത് ഇവിടെ അവിടുന്ന് പറിച്ച് കുറേ നട്ടിട്ടുണ്ട്. ഇവിടെ ഇനി നമ്മുടെ കാന്താരി കൃഷിയാണ് കേട്ടോ. ഇതൊക്കെ കാന്താരിയാണ്. ഇതാണ്, ഇതെല്ലാം നമ്മൾ കാന്താരി ഇട്ടേക്കാണ്. ഇവിടെ ഉണ്ട്. പിന്നെ അതൊക്കെ കുറ്റിപ്പയറുകളാണ് ഇതൊക്കെ നട്ടേക്കുന്നത്. ഇതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ കാന്താരിയാണ്. പിന്നെ ബാക്കി ഇത് നമ്മുടെ സാധാ മുരിങ്ങയാണ് കേട്ടോ. സാധാ കായ ഉണ്ടാവുന്ന മുരിങ്ങ തന്നെയാണ്, പക്ഷെ നമ്മൾ ഇവിടുന്ന് കമ്പ് വെട്ടി കുത്തിയതാണ്. അത് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വൈഫിൻ്റെ പരിപാടിയാണ്. ബാക്കിയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെടി മുരിങ്ങയുണ്ട്, അതുപോലെ ഇവിടെ ഒരു ചെടി മുരിങ്ങയുണ്ട് നട്ടിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം വെയിൽ വേണ്ട സാധനമാണ് ഈ മുരിങ്ങ എന്ന് പറഞ്ഞാൽ കേട്ടോ. നല്ല നന്നായിട്ട് കായ്ഫലങ്ങളൊക്കെ കിട്ടുള്ളൂ നമുക്ക്. പിന്നെ ആ സൈഡ് ഇത് വൈഫിൻ്റെയും മോളുടെയും കൃഷിയാണ്, ചീര. ഇതിങ്ങനെ ഇതൊക്കെ ഇവിടെ എന്തൊക്കെ ഇട്ടുണ്ടാകണ്ട ചെടി മുരിങ്ങ വിത്ത് ഇവിടെ. ബാക്കി പയറ്. ഈ ഒരു സെക്ഷൻ വൈഫിൻ്റെയും മക്കളുടെയാണ്. ഇതാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഇട്ടേക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ ഒരു ഡിസൈനൊക്കെ വരുന്ന പനയില്ലേ, വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കുന്ന. നമ്മൾ തൽക്കാലം നമ്മളൊരു ചാക്കിനകത്ത് വെച്ചേക്കണം, വീട് സെറ്റായി വന്നതിന് ശേഷം വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി. അതുപോലെ എനിക്ക് വലിയൊരു അപ്പത്താണ് ഈ നിൽക്കുന്ന സാധനം കേട്ടോ. ഈ കുറ്റിയിൽ ഇത് നല്ലൊരു നമ്മുടെ കൊന്നമരമായിരുന്നു, കൊന്ന തൈ. ഈ വർഷം ഇനി വരുന്ന വിഷുവിന് സത്യത്തിൽ അത് പൂവൊക്കെ ഉണ്ടാവേണ്ടതായിരുന്നു. അപ്പം ഞാൻ കാണിച്ച അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ സാധനം ഇതുമാതിരി ചാക്കിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് അടിയിലേക്ക് വേര് പോയപ്പോൾ ഞാൻ പറിച്ച് വേറെ ഷിഫ്റ്റ് ചെയ്ത് വേറെ ചാക്കിലേക്ക് ഇടാൻ വേണ്ടി പറിച്ചതാണ്. അതിൻ്റെ വേര് പൊട്ടിപ്പോയി, അതങ്ങനെ ഉണങ്ങിപ്പോയി. അപ്പം ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഈ നിൽക്കുന്നതാണ് അതിൻ്റെ വേര്, ഈ കാണുന്നതാണ് അതിൻ്റെ വേര്. ഇനി ഇത് മുളയ്ക്കോ ഇല്ലെന്ന് അറിയില്ല, മുളച്ചാൽ നല്ലത്. അപ്പോൾ ഞാനിത് ചെറിയൊരു തൈ കൊടുത്ത് പിന്നെയും നട്ടു. ഇതൊക്കെ വീട്ടിൽ അത്യാവശ്യമുള്ള സാധനമല്ല, പിള്ളേരൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യമാണ് അതൊക്കെ. അപ്പോൾ അതൊരെണ്ണം ഞാൻ നട്ടിട്ടുണ്ട്. ഇനി അത് മുളച്ചിട്ട് അടിപൊളിയായി. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ആ വേര് പൊട്ടിച്ചെടുത്ത്. പൊട്ടിയപ്പോൾ അത് ഉണങ്ങിപ്പോയി. പിടിച്ചോ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ മല്ലി. ഭയങ്കര സ്മെല്ലാണ്, നമ്മുടെ മല്ലിയെ പോലെയല്ല, നല്ല കുത്തു സ്മെല്ലാണ്. കറിയിലൊക്കെ ഇട്ട് നല്ല സൂപ്പറാണ്. നല്ല കിടില ടേസ്റ്റ് വരും. അപ്പോൾ ഇത് നമ്മൾ 2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതിവിടെ നമ്മൾ വീട്ടിൽ നട്ടിട്ടുണ്ട്. ഇത് ഉണ്ടായിട്ട് വേണം നമുക്ക് നമ്മുടെ ചില്ലീസ് കിച്ചണൊക്കെ സൂപ്പറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഇത്രയും പച്ചക്കറി സാധനങ്ങളൊക്കെ കണ്ടില്ല, ഇതൊക്കെ നമുക്ക് ഇനി ഇടാനുണ്ട്. ഞാൻ പായി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അതെല്ലാം കൂടി ആക്കിയിട്ട് 2 മാസം 2-2.5 മാസം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ നല്ല ഹരിതാപമായിരിക്കും, കാണാനൊക്കെ നല്ല സൂപ്പറായിരിക്കും. അതെല്ലാം കാണിച്ചു തരാം നമുക്ക്. നമ്മളിനി വരും വീഡിയോകളിലൊക്കെ അതൊക്കെ കാണിച്ചു തരാം. നമ്മൾ ഇതുവരെ ഒന്നും കാണിച്ചിട്ടില്ല, എല്ലാം കാണിച്ചു തരാം. പിന്നെ നമ്മുടെ തക്കാളി കായ് ഉണ്ടായി നിൽക്കുന്ന തക്കാളി കാണിച്ചു തരാം.
കൊണ്ടുപോകാം. ക്യാമറ കൂടെ തിരിച്ചു. ഇതാണോ നമ്മുടെ തക്കാളിയിൽ കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഈ ആഴ്ച തന്നെ അത് പറിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. പിന്നെ വെണ്ടയ്ക്ക, ഇത് അത്യാവശ്യം ഞങ്ങൾ അത്യാവശ്യം വെണ്ട കിട്ടി നമുക്കിത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പച്ച കളറ് ടൈപ്പ് വെണ്ടയില്ല, അതാണ്. പിന്നെ ഇത് ആനക്കൊമ്പൻ വെണ്ട, അതിന് നമുക്ക് കുറേ കിട്ടി. നമ്മൾ വിത്തിനതിൽ മാറ്റി വെച്ചിട്ടുണ്ട്, അതിൻ്റെ വിത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേമാതിരി ഇതൊക്കെ ചെണ്ടുമല്ലിബന്തി. പിന്നെ ഇതാണ് മന്ദാരം എന്ന് പറഞ്ഞത്, ഇതിനും ആൾ ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ അത്യാവശ്യമായിട്ട്, പിള്ളേർക്ക് നല്ല ഒരു വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട സാധനം ഇതാണ് പനിക്കൂർക്ക എന്ന് പറയും. പനിക്കൂർക്ക, കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പല അങ്ങനെ പല പേരുകൾ പറയും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്ന സാധനം അല്ലേ. അത് മാത്രമല്ല ഇവിടെയുണ്ട്. ഇതൊന്നും എൻ്റെ പരിപാടിയല്ല കേട്ടോ, ഇതൊക്കെ വൈഫിൻ്റെ പരിപാടിയാണ്. അതുമാതിരി ഇതേ പിള്ളേരുടെ പരിപാടി, ഇതൊക്കെ ചെടി ഇട്ടിട്ടുണ്ട്. അവിടെ പനിക്കൂർക്കുണ്ട്, ഇവിടെ പപ്പായയുടെ ചെടിയുണ്ട്. പിന്നെ ഇതിനകത്ത് ഇതാണ്, ഇതൊക്കെ ജമന്തിയാണ്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിനകത്ത് നല്ല സ്മെല്ല്. പിന്നെ ഈ കാണുന്ന കുറ്റിമുല്ലയാണ്. ഇതൊക്കെ ഈ നിങ്ങളിപ്പോൾ വിചാരിക്കണ്ട ഇവരുടെ വീട്ടിൽ പപ്പായ തൈ മാത്രമല്ലേ ഉള്ളൂ എന്ന്. കാരണം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ക്യാമറ ഒന്ന് മോളെ കൈ കൊടുക്കട്ടെ, നമുക്ക് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് പൊക്കി പിടിച്ച ക്യാമറ പൊക്കി പിടിക്കുക, കാണുന്നില്ലേ? അപ്പോൾ ഞാനിത് കണ്ടമാണ് നട്ടുപിടിപ്പിച്ചത്. ഇത് നമ്മൾ പ്ലേറ്റ്ലൈറ്റ് കൗണ്ട് കുറഞ്ഞു പോകുന്നവർക്ക് ഇതിൻ്റെ പപ്പായ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കൗണ്ട് കയറുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ ഇളയ മോന് 3 പിള്ളേരാണ്, 2 പെൺപിള്ളേരും ഒരു ആൺകൊച്ചും. മൂത്ത 2 പെൺകുട്ടികൾ, ഇളയത് ആൺകുട്ടി. അവന് ITP എന്ന് പറഞ്ഞ അസുഖമുണ്ട്, പ്ലേറ്റ്ലൈറ്റ് കൗണ്ട് കുറഞ്ഞു പോകുന്ന അസുഖം. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്താണ്, കണ്ടവരുണ്ടെങ്കിൽ പൊക്കി പിടിക്കേ, ക്യാമറ പൊക്കി പിടിക്കേ. അപ്പോൾ അതിനുവേണ്ടി അവന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ അയൽവക്കത്തെ വീട്ടിൽ നിന്നൊക്കെയാണ് നമ്മൾ പപ്പായൊക്കെ കൊണ്ടുവന്ന് അവന് വേവിച്ചിട്ടും പഴുത്തൊക്കെ കൊടുക്കാറ്. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട, വളരെ കെയർഫുള്ളായിട്ട് നോക്കേണ്ട ഒരു അസുഖമാണത്. അപ്പോൾ ഞങ്ങൾ ഒരു ടൈമിൽ ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവന് പ്ലേറ്റ്ലൈറ്റ് കയറ്റും. എന്നിട്ട് ഒന്ന് നോർമലാകുമ്പോൾ വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ പിന്നെ വീണ്ടും പ്ലേറ്റ്ലൈറ്റ് കുറയും, ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ 2-3 വർഷം ഞങ്ങൾ ആകെ ഷട്ടിലടിച്ച് നടക്കുക തന്നെയായിരുന്നു. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് സെറ്റപ്പായി വരുന്നത്. മുമ്പൊരു ചാനൽ ഉണ്ടായിരുന്നു, മോൻ്റെ അസുഖം കാരണം ശ്രദ്ധിക്കാൻ പറ്റാണ്ട് അത് പോയി. അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു, അല്ല അത്യാവശ്യം സബ്ബൊക്കെ ഉണ്ടായിരുന്ന, അതിന് വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയത്. പക്ഷേ മോൻ്റെ അസുഖം കാരണം അതിൽ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാതെയായിട്ട് അത് വിട്ടുകളയേണ്ടി വന്നു. അപ്പം അങ്ങനെ ഞാൻ കഥ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊന്നും കാണിച്ചില്ല. അപ്പോൾ ബാക്കി കുറച്ച് പരിപാടി കൊണ്ട് അതുകൊണ്ട് കാണിച്ചാൽ നമുക്ക് വീഡിയോ നിർത്താം. രസമുണ്ട്, 20-25 മിനിറ്റ്. അതിനുവേണ്ടിയാണ്, അല്ലാണ്ട് ഇതിൽ വലിയ സംഭവമൊന്നുമില്ലാന്ന് എനിക്കും അറിയാം. നിങ്ങളാരും ഇത് കാണണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പരാതികളൊന്നുമില്ല, ഇത് കാണണം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഇത് കാണണം നിർബന്ധമൊന്നുമില്ല. കാരണം ഇത് നമ്മുടെ ചാനലിലൊരു കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ഉണ്ടെങ്കിലാണ് നമ്മുടെ ചാനലിന് ഗ്രോത്ത് വരുള്ളൂ, അതായത് സബും കാര്യങ്ങളൊക്കെ കയറി കിട്ടുള്ളൂ, യൂട്യൂബ് ശ്രദ്ധിക്കുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളോട് കാണിച്ചു തരാം. എന്തുവാ ഇത് കാണിച്ച സാധനമല്ല, അതാണ് സീതാപ്പഴത്തിൻ്റെ തൈയാണ്. അതുമാതിരി പിള്ളേർ എവിടെ മൈലാഞ്ചിയോ അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ പിള്ളേർ ഇവിടെ നട്ടിട്ടുണ്ട്. കണ്ടോ, ചെടികളാണ്. കുറേ കഴിയുമ്പോൾ വളർന്ന് സെറ്റാകുമ്പോൾ നമുക്ക് അതൊക്കെ വീഡിയോയിൽ കാണിക്കാം. അല്ലാമി, മൂത്ത മോളാണ് അനാമിക എന്ന പേര്, 6ാം ക്ലാസ് പഠിക്കുന്നു. പിന്നെ അവിടെ വൈഫ് ഇഞ്ചി നട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വികൃതി ചക്കൻ അഭിമോൻ. അങ്ങനെ ട്രൗസറൊക്കെ വലിയ ചേച്ചിമാരുടെ ട്രൗസറൊക്കെ ഇട്ടിട്ട് വന്നേക്കണമെന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സെറ്റപ്പായി വന്നേനെ. ഇതിപ്പം വീട്ടിൽ നടക്കുന്ന രൂപമാണത്. ഇവിടെ ചെടികൾ. പിന്നെ ഞങ്ങളുടെ കുട്ടുവിൻ്റെ കൂടാണ്, ഞാൻ കുട്ടുവിനെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ വിത്ത് പാകി വെച്ചിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ അവിടെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീട് പണി നടക്കുന്നതുകൊണ്ട് പറമ്പിലേക്ക് എടുത്ത് മാറ്റിയതാണ്. കാണിച്ചു തരാം, അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഈ ട്രയലാണ് നമ്മൾ ചെടി മുരിങ്ങയുടെ ഇട്ടിരുന്നത്. 10-25 വിത്തോളം നമ്മൾ ഇട്ടതാണ്. അതിൽ നമുക്കൊരു 17 വിത്തങ്ങോട്ട് മുളച്ച് കിട്ടി. ഇത് 2 ബാലൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ തണ്ട് ഒടിഞ്ഞു പോയിട്ടില്ലായിരുന്നു, വീണ്ടും അത് മുളച്ച് വന്നു. അപ്പോൾ അത് മുരിങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടായി.
ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറമ്പ് കൂടെ നട്ടിട്ടുണ്ടായിരുന്നു. ഒരു 5-6 പോയി, ബാക്കി ഒരു 10-12 ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഓൾറെഡി. അത് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന തക്കാളിയാണ്. ഇത് തക്കാളി, ഇത് കാന്താരിയുടെ വിത്താണ്. കാന്താരി കുറച്ച് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഈ ട്രെയിൽ നമ്മൾ ഫുള്ള് പാവലാട്ടിട്ടുണ്ട്. ഫുള്ളല്ല, ഇത്രയും പാവലാട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി കൊണ്ടുപോയി നട്ടു. ഇവിടെ ഒരു 3 ചെടിയിൽ ബാക്കിയുണ്ട്. നമ്മളിത് കണ്ട ഈ ഒരു വിത്ത്, ഇതാണ് ഞങ്ങൾ പറ്റിക്കപ്പെട്ടതാണ് ഈ സത്യത്തിൽ. ഈ സാധനം ചോളത്തിൻ്റെ വിത്ത് മേടിച്ചാണ്. ചോളം നമ്മൾ ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഈ റബ്ബർ മരമൊക്കെ മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ള് ഈ ഒരു പറമ്പ് മൊത്തം ചോളം ഇടണമെന്നാണ് വിചാരിച്ചത്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പോപ്കോണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. പോപ്കോണിൻ്റെ സീഡും മേടിക്കണം, അനി എല്ലാം മേടിച്ച് കിട്ടണം. അതിന് പാലക്കാടോ അല്ലെങ്കിൽ കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ ആ വഴി പോവുക, അല്ലെങ്കിൽ ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ അവരോട് മേടിച്ചിട്ട് വരുന്നത് ചെയ്യണം. ഇതാണ് മല്ലിയില മല്ലി പാവി വെച്ചേക്കാണ്. മല്ലിയുടെ വേറെ സെക്ഷൻ കൂടി പറഞ്ഞ് കാണിച്ചു തരാം. പിന്നെ ഇതിനകത്താണ് നമ്മൾ ജർജീർ ഇട്ടായിരുന്നത്. അതിപ്പോൾ നമ്മൾ ജർജീർ നമ്മൾ മാറ്റി നട്ടുന്നത് കാണിച്ചു തരാം. ഈ ഇട്ടേക്കണൊക്കെ നമ്മൾ കണ്ടത് ഇട്ടേക്കണൊക്കെ ജർജറിൻ്റെയാണ്. അതൊക്കെ വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ പറഞ്ഞിട്ട് അയാളെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഇനി അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞു കേട്ടു. പിന്നെ അത് കേട്ട് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ നല്ല ഗുണങ്ങളൊക്കെ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മേടിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് കസൂരി. കസൂരി മീൻസ് ഉലുവ മുളപ്പിച്ചത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ പ്രത്യേകമായിട്ടൊരു ഇത് വീഡിയോയിലൊക്കെ കണ്ട് ഞാൻ ഇട്ടേക്കുന്ന വേറെ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ 2 ചെടി കണ്ടോ, ഈ 2 പിന്നെ അതാ മുളച്ച് നിൽക്കുന്നത് കണ്ടോ. ഇതാണ് ചതുരപ്പയർ. ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. നല്ലതാണെന്ന് പറഞ്ഞാൽ വൈറ്റമിനും പിന്നെ പ്രോട്ടീനൊക്കെ കണ്ടമാനം ഇതിന് ഈ ചതുരപ്പയറിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ നട്ടേക്കുന്നത്. ഇനി വേറൊരു ഐറ്റം കാണിച്ചു തരാം. ഇത് മുളച്ച് എതിരിട്ടിട്ടേ ഉള്ളൂ, മുളച്ച് വരുന്നേ ഉള്ളൂ. ഇത് മുളയ്ക്കാൻ ഒരു 8-10 ദിവസം പിടിക്കും. അപ്പോൾ ഇട്ടിട്ട് 2 ദിവസമായി 3 ദിവസമായി. ഇത് നമ്മൾ ഇട്ടേക്കുന്നത് ആകാശവെള്ളരിയില്ലേ, അതിൻ്റെ വിത്തുകളാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മൾ ചതുരപ്പയറിൻ്റെ വിത്തുകൾ, അത് ഇനി മുളപ്പിച്ചേക്കാണ്. അപ്പം ഇനി മാറ്റിയിടണം. അത് നമുക്ക് ഇങ്ങോട്ടേലും മാറ്റി നടണം. ഇവിടെ സ്ഥലമൊക്കെ ഇടുന്നതാണ്. ഇത്രയും ഭാഗമൊക്കെ നമുക്ക് പച്ചക്കറി ഇടാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണ്. ഇങ്ങോട്ടൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചെയ്യണം. അതൊക്കെ ഇനി കുറച്ച് കാര്യങ്ങളോട് കാണിച്ചു തരാം. പിന്നെ അടുത്തത് നമ്മുടെ കറിവേപ്പില. ഇതൊക്കെ കറിവേപ്പില ഒരു തോട്ടം തന്നെയാണ്, സാമ്രാജ്യമാണ് ഇത് കറിവേപ്പിലിൻ്റെ. ഇതൊക്കെ തൈകളാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ എത്ര കണ്ട് ക്ലിയർ ആയിട്ട് കാണേണ്ടതെന്ന് അറിയില്ലതുണ്ട്. ഇത് 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 ഇങ്ങോട്ട് അവിടെ താഴത്ത് ഇവിടെ ഇത് ഇവിടെ ഇത് അവിടെ എല്ലാം ഞങ്ങൾ ഈ ഭാഗം മൊത്തം ഞങ്ങൾ കറിവേപ്പിയുടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയേക്കാം. ഇവിടെ മാത്രമല്ല, ഞങ്ങളുടെ വീടിൻ്റെ ആ വശത്തും കുറേ നമ്മൾ കറിവേപ്പില ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ലോങ് സൈറ്റ്. കുറച്ച് ലോങ് വ്യൂ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ഇതൊന്നും അല്ലല്ലോ, നമ്മൾ ഈ സൈഡൊക്കെ തേച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് കണ്ണും കൂടിയൊക്കെ പൈസ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മേൽവശം നമ്മൾ കമ്പി ഇടാനുള്ള പരിപാടിയുണ്ട്. കമ്പി ഇട്ടിട്ട് ഷീറ്റ് ആക്കണം. എന്നിട്ടൊന്ന് സീലിംഗ് അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ നോക്കട്ടെ, നമ്മളെല്ലാം സെറ്റായി വരുമെന്ന് ആ പ്രതീക്ഷ. നോക്കാം നമുക്ക്. ഇനി നമ്മുടെ കുട്ടുമുണ്ട്, നമ്മുടെ പട്ടിക്കുട്ടി, അവനെയും കൂടി ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ കുട്ടുകുട്ടൻ. 2 ദിവസം ഇവിടെ ഭയങ്കരമല്ല മഴയായിരുന്നു. 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് മഴയല്ല, മഴയായിരുന്നു. കുട്ടു ബാടാ, വെളിയിൽ ഇറങ്ങാം, ബാ. അവിടെ കുടുങ്ങിയേക്കല്ലേ, അത് റെഡിയാക്കി തരാം, കുഴപ്പമില്ല. ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ട് ശരിയാക്കി തരാം കേട്ടോ. അപ്പോൾ അതാണ് അവന് ഫുഡൊക്കെ കൊടുത്തത്. അവന് 2 നേരമാണ് ഫുഡ് കൊടുക്കുന്നത്, രാവിലെയും വൈകുന്നേരം. ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഡെയിലി അവന് കൊടുക്കുന്നുണ്ട്. ചിക്കനോ മീനെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കൂട്ടുകാരൻ്റെ ഒരു ചിക്കൻ കടയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാർട്സോ കോഴിയുടെ കാലൊക്കെ ഉണ്ടാകും, കൊടുത്ത് വേവിച്ച് കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ മീൻ മേടിക്കുമ്പോൾ സ്പെഷ്യലായിട്ട് കുറച്ച് ഒരു 1/4 കിലോ 1/2 കിലോ അവന് മേടിക്കും. അങ്ങനെ അപ്പോൾ 2 ദിവസം എത്തും. പിന്നെ നമ്മുടെ കാന്താരി മരം, നമ്മൾ കഴിഞ്ഞ റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ കാന്താരി മരം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വെട്ടി ഒഴിവാക്കും കേട്ടോ. ഇതെല്ലാം വെട്ടി ഒഴിവാക്കി ആ പുറകെ കാണുന്നതാണ് നമ്മുടെ വെജിറ്റബിൾ തോട്ടം. പിന്നെ ഇത് കടപ്ലാവാണ്. ഈ കാണുന്ന കടപ്ലാവാണ്. നന്നായിട്ട് ചക്ക ഉണ്ടായിരുന്ന കടച്ചക്ക ഉണ്ടായേണ്ടിയിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ശിഖരങ്ങൾ കണ്ട ഇതിൻ്റെ തൂക്കം വീടിൻ്റെ മുകളിലേക്കായിരുന്നു. അപ്പോൾ അതങ്ങനെ വെട്ടി മാറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവനും കൂടി ഇപ്പോൾ ഇനി വരുന്ന മാർച്ചിൽ അത് വെട്ടി മാറ്റും.
ഇതാണ് മക്കളെ പൊന്നുടുമ്പ്. പാമ്പല്ലടാ, പൊന്നുടുമ്പാണ്, പൊന്നുടുമ്പ്. ഒരു ഭയമില്ല സന്ധ്യ, നോക്കിയേ. അപ്പൊ ഇതിന്റെ തന്തി തള്ളയൊക്കെ അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് ജസ്റ്റ് പറമ്പ് കൂടെ തോട്ടുപറമ്പത്തൂടെ ഒക്കെ നടന്നപ്പം നമുക്കിത് കുറച്ച് കൂണ് കിട്ടി. നന്നായിട്ട് കുറെയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ലതുണ്ട്, കുറച്ച് കേടുണ്ട്. കേടുള്ളതൊക്കെ കളഞ്ഞിട്ട് നല്ല കുറച്ച് എടുത്തിട്ട് ഒരു മഷ്റൂം കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ അതിന്റെ വീഡിയോ ചെയ്യുന്നില്ല, കാരണം നമുക്ക് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് പൊളിച്ചിട്ടേക്കാണ്. അതുകൊണ്ടാണ്. അപ്പോൾ വെറുതെ വൈഫ് അവിടെ വെറുതെ ഒരു കുറ്റിയൊക്കെ വെച്ചിട്ട് സ്റ്റവ് അതിന്റെ മേലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല എന്നറിയാം. കണ്ടവരുണ്ടെങ്കിൽ അവരോട് സന്തോഷം മാത്രം. പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. പിന്നെ കഴിഞ്ഞ 2-3 വീഡിയോയിലൊക്കെ ചില ആൾക്കാർ ചോദിച്ചിരുന്നു, എൻ്റെ ഈ കണ്ണട കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണോ വീഡിയോ ചെയ്യുന്നത്? കൂളിംഗ് ഗ്ലാസ് ഒന്നുമല്ല കേട്ടോ, ഇത് പവർ ഗ്ലാസ് ആണ്, ഡേ നൈറ്റ് ആണ്. എനിക്ക് ലോങ് സൈറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഒരു കണ്ണടയൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയേക്കാണ്. അപ്പോൾ ഡേ നൈറ്റ് ആണ്, അതാണല്ലേ, കൂളിംഗ് ഗ്ലാസ് അല്ല. അപ്പോൾ വെയിലത്ത് ഇറങ്ങുമ്പോൾ ഡാർക്ക്നെസ് കയറി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് സന്തോഷം മാത്രം. അപ്പോൾ നല്ല അടിപൊളി കണ്ടന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെ അടുത്ത 2-3 വീഡിയോയിലൊക്കെ നല്ല 2 വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാൻ. ഒരു പാൽ ചിക്കൻ അല്ല സൂപ്പർ ഡിഷ് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ഒരു ഡിഷ് എന്തായിരുന്നു, എന്തോ ചെയ്ത് ആഴ്ച മുമ്പ് ചെയ്തിട്ടുണ്ട്, നോക്കണം. അത് എഡിറ്റ് ചെയ്യണം. ഞാൻ ചെയ്യണൊക്കെ ഫോണിൽ തന്നെ, എല്ലാ പരിപാടിയും ചെയ്യണം ഫോണിൽ തന്നെയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മുടെ ഫോണിൽ തന്നെയാണ്. ഫോണ് വിവോ 30 Pro, അതാണ് നമ്മുടെ വലിയ കുഴപ്പമില്ലാത്ത ക്യാമറയാണ്. ഒന്ന് ചാനലൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം ഒരു ക്യാമറയൊക്കെ എടുത്ത് നല്ല രീതിയിൽ ചെയ്യാൻ. അപ്പോൾ എല്ലാം നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാത്തിനും ഞങ്ങൾക്ക് ആവശ്യം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് വാച്ച് ചെയ്തൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.